റവ കൊണ്ട് സോഫ്റ്റായിട്ടുള്ള ഒരു ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നല്ല ടേസ്റ്റിയാണ്, അതേസമയം വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതിനായിട്ട് ആദ്യം അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവാള വലുതാണ്, വലിയൊരു സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ചെറിയതായി നുറുക്കിയത്, 2 തക്കാളി, ഒരു 4-5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, പിന്നെ ഒരു ക്യാപ്സിക്കം. ഇതൊക്കെ ഇട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. വല്ലാണ്ട് വഴറ്റൊന്നും വേണ്ട കേട്ടോ. ഓരോ കഷ്ണം കടിക്കുമ്പോഴാണ് അതിലൊരു രസം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് വഴറ്റി ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. പാകത്തിന് വഴറ്റിയാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിന് 1 ഗ്ലാസ് റവയ്ക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പച്ചക്കറിയും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് റവയാണ്. റവ ഇട്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ ഇളക്കി കൊടുക്കണം. അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പം ഇളക്കുക. ഒരു കൈ കൊണ്ട് റവ ഇടുക, മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? പച്ച, ചുവപ്പ്, മഞ്ഞ എല്ലാ കളറും ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ആവശ്യത്തിന് വെള്ളമായി. റവയ്ക്ക് വേവാനുള്ള വെള്ളം അതിലായിട്ടുണ്ട്. ഇനി അതൊന്ന് കുറുകട്ടെ. അടി കട്ടിയുള്ള പാത്രം വയ്ക്കാൻ പറഞ്ഞത് വെള്ളം കുറുകി അടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഒരു സ്പൂൺ നെയ്യും കൂടി അവസാനം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല മണമൊക്കെ ഉണ്ടാവും നെയ്യ് ഒഴിച്ച് കൊടുത്താൽ. ഇവിടെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല, പ്രായമുള്ള ആൾക്കാർക്ക് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. ഇനി ആവശ്യത്തിന് മല്ലിയിലയോ കറിവേപ്പിലയോ, നിങ്ങൾക്ക് പുതിനയില ഇഷ്ടമാണെങ്കിൽ അതോ എന്ത് വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വാസന ഉണ്ടാവും. വേണമെങ്കിൽ കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള സോഫ്റ്റായിട്ടുള്ള ഉപ്മാവ് റെഡി.